ആത്മാവിന്റെ അനന്തമായ യാത്ര. പരമഹംസ യോഗാനന്ദന്റെ ദർശനം. നമ്മുടെ ഈ യാത്ര, ഈ ജീവിതം ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് ഇത് ആഴമേറിയ ഒരു ആത്മീയ പദ്ധതിയുടെ ഭാഗമാണ്. പരമഹംസ യോഗാനന്ദൻ പറയുന്നു, ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചത് വെറും ലൗകിക സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് ആത്മാവിന്റെ അനന്തമായ യാത്രയിലെ ഒരു സുപ്രധാന ഘട്ടമാണ്. സ്വയം ദൈവത്തിന്റെ അംശമായ ആത്മാവ് ഭൗതിക ലോകത്തിൽ സ്വയം പ്രകടമാക്കാൻ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? ഇത് ഒരു നിഗൂഢമായ ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം മനസ്സിലാക്കിയാൽ ഈ ജീവിതത്തിന്റെ പരമമായ സത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ ഇത് വെറുമൊരു ബാഹ്യദൃശ്യമല്ല, ഇതൊരു ലീലയാണ്, ഒരു നാടകമാണ്. ദിവ്യമായ ബോധം അതിന്റെ സ്വന്തം ശക്തിയാൽ രചിച്ച നാടകം. ആത്മാവ് അടിസ്ഥാനപരമായി ശുദ്ധമായ ബോധമാണ്. എന്നാൽ അത് ഈ നശ്വരമായ ലോകത്തേക്ക് വരുമ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും അഹങ്കാരത്തിന്റെയും അതിർവരമ്പുകൾക്കുള്ളിൽ ബന്ധിക്കപ്പെടുന്നു. യോഗാനന്ദജി വിശദീകരിക്കുന്നത്, ആത്മാവ് അതിന്റെ യഥാർത്ഥ സ്വഭാവം മറന്ന് ഈ ഭൗതിക ലോകത്തിൽ അലഞ്ഞു നടക്കാൻ തുടങ്ങുന്നു എന്നാണ്. അവിടെ അത് കർമ്മങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, മായ എന്നിവയുടെ കെട്ടുപാടുകളിൽ കുടുങ്ങുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ആത്മാവിന് എന്തിനാണ് ഈ യാത്രയുടെ ആവശ്യം വന്നത്? യോഗാനന്ദജി നമ്മളോട് പറയുന്നു, ആത്മാവ് മുൻപേ തന്നെ മുക്തമായിരുന്നു, പൂർണ്ണമായിരുന്നു. എന്നാൽ ദൈവം തന്റെ സ്വന്തം ശക്തിയെ അനുഭവിച്ചറിയാനും പ്രകടിപ്പിക്കാനും വേണ്ടിയാണ് ഈ സൃഷ്ടി നടത്തിയത്. ആത്മാവ് ശുദ്ധമായ ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ അതിന് വേറിട്ട ഒരസ്തിത്വമില്ല. എന്നാൽ അത് ശരീരം ധരിക്കുമ്പോൾ അതിന് സ്വന്തമായ വ്യക്തിഗത അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. ഈ ബോധമാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് ആകർഷിക്കുന്നത്, ഭോഗം, സ്നേഹം, ദുരിതം, സന്തോഷം എന്നിവയൊക്കെ അനുഭവിപ്പിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വെറുമൊരു ഭ്രമം മാത്രമാണ്. ആത്മാവ് അതിൽ നഷ്ടപ്പെട്ട ഒരു സ്വപ്നം. നമ്മുടെ ജനനം ഈ ഭൂമിയിൽ ലൗകിക സുഖങ്ങൾക്കായി മാത്രമല്ല, ആഴമേറിയ ഒരധ്യാത്മീയ യാത്രയ്ക്കു വേണ്ടിയാണ്. ഓരോ ജന്മവും ആത്മാവിനെ ആ പരമമായ സത്യത്തോട് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഈ ചക്രത്തിൽ ആത്മാവ് പല അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നു, പല ജന്മങ്ങളിൽ അലയുന്നു. എന്നാൽ അതിന്റെ അന്തിമ ലക്ഷ്യം ഒന്നുമാത്രമാണ്: തന്റെ യഥാർത്ഥ സ്വത്വം വീണ്ടെടുക്കുക. ഇതാണ് നമ്മൾ ഇവിടെ വന്നതിന്റെ കാരണം. ഇതാണ് ഈ ജീവിതത്തിന്റെ മൗലിക രഹസ്യം. ആത്മാവിന്റെ ഈ ലോകത്തേക്കുള്ള വരവ് ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് ഒരു ആഴമേറിയ ആത്മീയ പദ്ധതിയുടെ ഭാഗമാണ്. കർമ്മബന്ധനം. നാം എങ്ങനെ കുടുങ്ങിപ്പോകുന്നു? എന്നാൽ ഒരു വലിയ ചോദ്യമുയരുന്നു: ആത്മാവ് ശുദ്ധവും ദിവ്യവുമായിരുന്നെങ്കിൽ അതെങ്ങനെയാണ് ഈ ലോകത്തിൽ കർമ്മങ്ങളുടെ കെണിയിൽ കുടുങ്ങിപ്പോയത്? പരമഹംസ യോഗാനന്ദൻ നമ്മെ പഠിപ്പിക്കുന്നത്, ആത്മാവ് ഈ ഭൗതിക ലോകത്തിൽ ജനിക്കുന്നത് കർമ്മങ്ങൾ കാരണമാണ്. കർമ്മമാണ് ആ അദൃശ്യമായ നൂൽ. അത് ആത്മാവിനെ വീണ്ടും വീണ്ടും ജനനമരണ ചക്രത്തിൽ ബന്ധിപ്പിക്കുന്നു. ആത്മാവ് ആദ്യമായി ഈ ലോകത്തിൽ വരുമ്പോൾ അത് ഒരു തടാകത്തിലെ തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധമാണ്. എന്നാൽ അത് ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വെള്ളം പതിയെ പതിയെ മലിനമായി തുടങ്ങുന്നു. ഓരോ ചിന്തയും, ഓരോ പ്രവൃത്തിയും, ഓരോ വികാരവും നമ്മുടെ കർമ്മങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ കർമ്മങ്ങളാണ് ശേഖരിക്കപ്പെട്ട് നമ്മുടെ അടുത്ത ജന്മത്തെ നിർണയിക്കുന്നത്. യോഗാനന്ദജി വിശദീകരിക്കുന്നത്, നമ്മുടെ ജനനസ്ഥലം, കുടുംബം, സാഹചര്യങ്ങൾ എല്ലാം നമ്മുടെ പൂർവ്വജന്മങ്ങളിലെ കർമ്മങ്ങളുടെ ഫലമാണ്. നല്ല കർമ്മങ്ങൾ നമ്മെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുന്നു. അതേസമയം മോശം കർമ്മങ്ങൾ ദുരിതത്തിലേക്കും പോരാട്ടങ്ങളിലേക്കും നയിക്കുന്നു. എന്നാൽ ഈ ലോകം വെറും നല്ലതോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ കളിയല്ല. ഇത് ഒരു സമ്പൂർണ്ണ വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഇവിടെ ആത്മാവിന് അതിന്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ വേണ്ടി വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നു. ഒരാൾക്ക് ദാരിദ്ര്യം ലഭിക്കുന്നു, മറ്റൊരാൾക്ക് അപാരമായ സമ്പത്ത്. ഒരാൾ സ്നേഹത്തിൽ വിജയിക്കുന്നു, മറ്റൊരാൾ പരാജയപ്പെടുന്നു. ഇതെല്ലാം വിധിയുടെ കളിയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം കർമ്മങ്ങളുടെ ഫലമാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം ആത്മാവിന് മോചനം ലഭിക്കില്ല. കാരണം നല്ല കർമ്മങ്ങളും പുതിയൊരു ജനനത്തിന് കാരണമാകുന്നു. മോശം കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്ന് മാത്രമല്ല, നല്ല കർമ്മങ്ങളുടെ ഫലത്തിൽ നിന്നും നമ്മൾ മുക്തരാകുമ്പോഴാണ് യഥാർത്ഥ മോചനം ലഭിക്കുന്നത്. നമ്മൾ സ്വയം ഒരു കർത്താവ് ചെയ്യുന്നവനാണെന്ന് കരുതുന്നതിനു പകരം നമ്മൾ വെറുമൊരു മാധ്യമം മാത്രമാണെന്നും യഥാർത്ഥ അധികാരി ഈശ്വരനാണെന്നും മനസ്സിലാക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. മായയുടെ നിഗൂഢത. നമ്മൾ എങ്ങനെ ഭ്രമത്തിലകപ്പെടുന്നു? ആത്മാവ് ഈശ്വരന്റെ അംശമാണെങ്കിൽ അതെന്തുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിന്റെ കെണിയിൽ വീഴുന്നത്? ഇത് മനസ്സിലാക്കാൻ നമ്മൾ മായയുടെ ആഴമായ രഹസ്യം മനസ്സിലാക്കണം. പരമഹംസ യോഗാനന്ദൻ നമ്മോട് പറയുന്നു, ഈ ലോകം മുഴുവൻ മായയുടെ ഒരു വലിയ വലയാണ്. മായ എന്നാൽ സത്യത്തെ മറച്ചുവെച്ച് ഭ്രമം സൃഷ്ടിക്കുന്ന ശക്തിയാണ്. ഈശ്വരൻ ഈ ലോകം സൃഷ്ടിച്ചു, എന്നാൽ ആത്മാവിനെ വഴിതെറ്റിക്കാൻ കഴിയുന്ന ഒരു രൂപവും അതിന് നൽകി. ഈ ലോകം ഒരു സ്വപ്നം പോലെയാണ്. അത് നമുക്ക് അത്രത്തോളം യാഥാർത്ഥ്യമായി തോന്നുന്നു, അതിൽ നമ്മൾ പൂർണ്ണമായി കുടുങ്ങിപ്പോകുന്നു. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ അത് പൂർണ്ണമായും സത്യമാണെന്ന് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഉണരുമ്പോൾ അതൊരു ഭ്രമം മാത്രമായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു.
അതുപോലെ ആത്മാവ് ഈ ലോകത്തേക്ക് വരുമ്പോൾ ഈ ജീവിതവും വെറുമൊരു സ്വപ്നം പോലെയാണെന്ന് മറന്നുപോകുന്നു. ഞാനാണീ ശരീരം, ഞാനാണീ മനസ്സ്, ഞാനാണീ വികാരങ്ങൾ എന്ന് മായ ആത്മാവിനെ വിശ്വസിപ്പിക്കുന്നു. നമ്മുടെ സുഖം, ദുഃഖം, സ്നേഹം, വെറുപ്പ്, സമ്പത്ത്, പ്രശസ്തി എന്നിവയെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്നത് ഈ മായയാണ്. യഥാർത്ഥത്തിൽ അവയെല്ലാം ക്ഷണികവും താൽക്കാലികവുമാണ്. യോഗാനന്ദജി പറയുന്നത് മായ 2 തരത്തിലുണ്ട്. ഒന്ന്, ആത്മാവിനെ താഴേക്ക് വലിക്കുന്ന മായ. അത് നമ്മളെ ഭോഗങ്ങളിലും ലൗകിക ആഗ്രഹങ്ങളിലും കുടുക്കി ഈശ്വരനിൽ നിന്ന് അകറ്റുന്നു. 2, ആത്മാവിനെ ഉയർത്താൻ സഹായിക്കുന്ന മായ. അത് നമ്മെ ആത്മീയതയിലേക്ക് ആകർഷിക്കുകയും നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മായ എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായിരിക്കുന്നത്? കാരണം ഇത് ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചതാണ്. ഒരു ജാലവിദ്യക്കാരൻ തന്റെ വിദ്യ കൊണ്ട് കാഴ്ചക്കാരെ എങ്ങനെ ഭ്രമിപ്പിക്കുന്നുവോ അതുപോലെ ഈശ്വരനും ഈ ലോകത്തെ ഒരു മാന്ത്രിക വിദ്യ പോലെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ഈ മായയുടെ സ്വാധീനത്തിലായിരിക്കുമ്പോൾ ഈ ലോകം നമുക്ക് യാഥാർത്ഥ്യമായി തോന്നുന്നു. എന്നാൽ ധ്യാനത്തിലൂടെയും ആത്മീയജ്ഞാനത്തിലൂടെയും നമ്മൾ ഈ ഭ്രമത്തെ മനസ്സിലാക്കുമ്പോൾ ഈ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടാൻ തുടങ്ങും. സ്വയം മറന്നുപോകുന്നതെങ്ങനെ? ആത്മാവ് ശുദ്ധവും ദിവ്യവുമാണെങ്കിൽ അതെങ്ങനെയാണ് തന്റെ യഥാർത്ഥ സ്വത്വം മറന്നുപോകുന്നത്? യോഗാനന്ദജി വളരെ ആഴത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ശരീരം, മനസ്സ്, അഹങ്കാരം എന്നിവയാണ് തന്റെ യാഥാർത്ഥ്യമെന്ന് ആത്മാവ് വിശ്വസിക്കുമ്പോഴാണ് അതിന് തന്റെ യഥാർത്ഥ സ്വത്വം മറന്നുപോകുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് പൂർണ്ണമായും ശുദ്ധമാണ്. അതിന് അഹങ്കാരമില്ല, സ്വാർത്ഥതയില്ല, ഭയമില്ല. എന്നാൽ അത് വളരുമ്പോൾ സമൂഹം, കുടുംബം, ഭൗതികലോകം എന്നിവ അത് ഈ ശരീരം, ഈ പേര്, ഈ വ്യക്തിത്വം മാത്രമാണെന്ന് പഠിപ്പിക്കുന്നു. പതിയെ പതിയെ ആത്മാവ് സ്വയം ശരീരത്തോടും മനസ്സോടും ബന്ധിപ്പിക്കുകയും അതിന്റെ മൗലികമായ അസ്തിത്വം മറക്കുകയും ചെയ്യുന്നു. ഇതിങ്ങനെ മനസ്സിലാക്കുക: സൂര്യൻ എപ്പോഴും പ്രകാശിക്കുന്നു. എന്നാൽ മേഘങ്ങൾ വരുമ്പോൾ സൂര്യൻ മറഞ്ഞുപോയെന്ന് നമുക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ സൂര്യൻ മറയുന്നില്ല, മേഘങ്ങളുടെ പാളി അതിനെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറയ്ക്കുന്നു. അതുപോലെ ആത്മാവിന്റെ ശുദ്ധമായ പ്രകാശം എപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ അജ്ഞത, മോഹം, ലൗകിക ആഗ്രഹങ്ങൾ എന്നിവ മേഘങ്ങൾ പോലെ അതിനു മുകളിൽ കുന്നുകൂടുന്നു. അതുകൊണ്ട് ആത്മാവിന് സ്വയം കാണാൻ കഴിയാതെ വരുന്നു. ഈ അജ്ഞതയുടെ ഏറ്റവും വലിയ കാരണം ആത്മാവ് സ്വയം ശരീരത്തോടും മനസ്സോടും ചേർത്തുവെച്ചു എന്നതാണ്. ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. മനസ്സ് അസ്ഥിരമാണ്, ആത്മാവ് ശാശ്വതമാണ്. എന്നാൽ ആത്മാവ് മനസ്സിന്റെ ചാഞ്ചല്യത്തെയും ശരീരത്തിന്റെ പരിമിതികളെയും തന്റെ സത്യമായി കാണാൻ തുടങ്ങുമ്പോൾ അത് തന്റെ ദിവ്യത്വത്തെ മറന്നുപോകുന്നു. ആത്മാവ് സ്വയം മറന്നുപോകുന്നത് ഒരു യാദൃച്ഛികതയല്ല, മറിച്ച് ഇതൊരാഴത്തിലുള്ള പദ്ധതിയുടെ ഭാഗമാണ്. ആത്മാവ് അതിന്റെ നഷ്ടപ്പെട്ട സ്വത്വം സ്വയം കണ്ടെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം അപ്പോൾ മാത്രമേ അതിന് അതിന്റെ പൂർണ്ണത മനസ്സിലാക്കാൻ കഴിയൂ. ഒരു രാജാവ് ജനനം മുതൽ കൊട്ടാരത്തിൽ കഴിഞ്ഞാൽ തന്റെ പ്രതാപത്തിന്റെ മൂല്യം അറിയില്ല. എന്നാൽ കുറച്ചുകാലമെല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ കഴിയേണ്ടി വന്നാൽ തിരികെ രാജ്യത്തെത്തുമ്പോൾ തന്റെ പ്രതാപത്തിന്റെ യഥാർത്ഥ വില അയാൾക്ക് മനസ്സിലാകും. ഇതുപോലെ ആത്മാവും ഈ ലോകത്തിൽ അലയുന്നു, മോഹത്തിൽ കുടുങ്ങുന്നു. എന്നാൽ ജ്ഞാനം ലഭിക്കുമ്പോൾ അത് തന്റെ നഷ്ടപ്പെട്ട സ്വത്വം വീണ്ടും കണ്ടെത്തുന്നു. സ്വയം തിരിച്ചറിയുക, തന്റെ ദിവ്യത്വം ഉണർത്തുക, തന്റെ യഥാർത്ഥ സ്വരൂപം അനുഭവിക്കുക, ഇതാണ് ഈ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം. ആത്മാവിന്റെ വികാസയാത്ര, പുനർജന്മത്തിന്റെ രഹസ്യം. ആത്മാവ് ഈ ലോകത്തിൽ എങ്ങനെയെത്തുന്നു? കർമ്മങ്ങൾ കാരണം എങ്ങനെ ജനനമരണ ചക്രത്തിൽ കുടുങ്ങുന്നു? മായ എങ്ങനെ ഭ്രമത്തിലാക്കുന്നു എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒരു ജന്മത്തിൽ മാത്രം ആത്മാവിന് എല്ലാം പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിന് പല ജന്മങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടിവരുന്നത്. പരമഹംസ യോഗാനന്ദൻ നമ്മോട് പറയുന്നു, ആത്മാവിന്റെ വികസനം പടിപടിയായി സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് പെട്ടെന്നൊരു പണ്ഡിതനാകാൻ കഴിയില്ല. പഠിക്കാൻ പല അനുഭവങ്ങളിലൂടെ കടന്നുപോകേണ്ടിവരും. അതുപോലെ ആത്മാവും ഒരു ജന്മത്തിൽ പൂർണ്ണമായി മുക്തയാകില്ല. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അത് പഠിക്കണം. ഈ ജീവിതം ഒരു വിദ്യാലയം പോലെയാണ്. ചിലർ ഈ വിദ്യാലയത്തിൽ 1-ാം ക്ലാസ്സിലാണ്, മറ്റു ചിലർ ഉയർന്ന ക്ലാസുകളിൽ. ചിലർ ഇപ്പോഴും ലൗകിക ആഗ്രഹങ്ങളിൽ മുഴുകി ജീവിക്കാൻ പഠിക്കുകയാണ്. മറ്റു ചിലർ ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഇതെല്ലാം ആത്മാവിന്റെ വികസനയാത്രയുടെ ഭാഗമാണ്. ഓരോ ജന്മത്തിലും ആത്മാവ് പുതിയതു പഠിക്കുന്നു, പഴയ കർമ്മങ്ങളുടെ ഫലമനുഭവിക്കുന്നു, പുതിയ കർമ്മങ്ങൾ ശേഖരിക്കുന്നു. അത് ശരിയായ ദിശയിൽ പോവുകയാണെങ്കിൽ അതിന്റെ ബോധം പതിയെ പതിയെ ഉയർന്ന തലങ്ങളിലേക്കെത്താൻ തുടങ്ങുന്നു. എന്നാൽ അത് മോഹങ്ങളിൽ കൂടുതൽ കുടുങ്ങിയാൽ അതിന്റെ വികസനം മന്ദഗതിയിലാകുന്നു. യോഗാനന്ദജി പറയുന്നു, എല്ലാ ആത്മാവിനും ഏതെങ്കിലും രൂപത്തിൽ വികസിക്കേണ്ടിവരും. ഈ സത്യം ആരെങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രകൃതി അതിനെ ആ ദിശയിലേക്ക് തള്ളിവിടുക തന്നെ ചെയ്യും. ചിലർ ദുരിതങ്ങളിൽ നിന്ന് പഠിക്കുന്നു, ചിലർ സന്തോഷങ്ങളിൽ നിന്ന്. എന്നാൽ ഈ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല, ആത്മാവ് തന്റെ അന്തിമലക്ഷ്യമായ പൂർണ്ണമോചനത്തിലും ആത്മബോധത്തിലും എത്തുന്നതുവരെ.
ആഗ്രഹങ്ങളുടെ കെണി, മോചനത്തിന്റെ താക്കോൽ. ആത്മാവിനെ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കുന്നൊരു കാര്യമുണ്ടെങ്കിൽ അത് ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങളാണ് ആത്മാവിനെ വീണ്ടും വീണ്ടും ജനിപ്പിക്കുകയും മായയുടെ കെണിയിൽ കുടുക്കുകയും ചെയ്യുന്നത്. ധനത്തിനുള്ള ആഗ്രഹം, സ്നേഹത്തിനുള്ള ആഗ്രഹം, വിജയത്തിനുള്ള ആഗ്രഹം, സ്ഥാനമാനങ്ങൾക്കുള്ള ആഗ്രഹം, ഈ ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല. ഒരൊറ്റ ആഗ്രഹം പൂർത്തിയാകുമ്പോൾ മറ്റൊന്ന് ഉടലെടുക്കുന്നു. നമ്മൾ ലക്ഷ്യത്തിലെത്തിയെന്ന് തോന്നുമ്പോൾ പുതിയൊരു ലക്ഷ്യം മുന്നിൽ കാണുന്നു. ഇത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രമാണ്. ഈ ആഗ്രഹങ്ങൾ ആത്മാവിനുള്ള പരീക്ഷണമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് യോഗാനന്ദജി പറയുന്നു. ഈശ്വരൻ ഈ ആഗ്രഹങ്ങളിലൂടെ നമ്മെ പരീക്ഷിക്കുന്നു. നമുക്ക് ഇതിൽ നിന്ന് ഉയരാൻ കഴിയുമോ അതോ ഇതിൽ കുടുങ്ങിപ്പോകുമോ? ഉദാഹരണത്തിന്, ഒരു ധനവാനായ രാജാവ് തന്റെ ധനം മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ അതോ തന്റെ ധനത്തിൽ മാത്രം തന്റെ സ്വത്വം കണ്ടെത്തുമോ? ആഗ്രഹങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ആത്മാവിനെ ഈ ലോകത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ വലിച്ചിഴയ്ക്കുന്നു. ഭോഗം, അഹങ്കാരം, കോപം തുടങ്ങിയവ ആത്മാവിനെ താഴേക്ക് വലിക്കുന്നു. രണ്ട്, ആത്മാവിനെ ഉയർത്താൻ സഹായിക്കുന്നു. സേവനം, സ്നേഹം, ധ്യാനം, ആത്മസാക്ഷാത്കാരത്തിനുള്ള ദാഹം എന്നിവ ആത്മാവിനെ ഉയർച്ചയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മെ എവിടേക്കാണ് നയിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവ നമ്മെ വീണ്ടും ജനനമരണ ചക്രത്തിൽ കുടുക്കുകയാണോ അതോ ഈശ്വരനിലേക്ക് അടുപ്പിക്കുകയാണോ? നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പതിയെ പതിയെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ തുടങ്ങും. കർമ്മസിദ്ധാന്തം. നമ്മുടെ വിധി നമ്മൾ തന്നെ എഴുതുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണോ? നമുക്ക് നമ്മുടെ വിധി മാറ്റാൻ കഴിയുമോ? പരമഹംസ യോഗാനന്ദൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ കർമ്മങ്ങളുടെ ഫലം തന്നെയാണ്. ഈ പ്രപഞ്ചം ഒരു സൂക്ഷ്മമായ ഗണിത നിയമമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു വിത്ത് നടുമ്പോൾ സമയമാകുമ്പോൾ അതിന്റെ ഫലം നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും സമയമാകുമ്പോൾ ഫലം നൽകും. നമ്മൾ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ ആ ഊർജം നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. നമ്മൾ ഒരാളോട് അനീതി കാണിച്ചാൽ അതും തിരികെ നമ്മളിലേക്ക് തന്നെ വരും. ഇതാണ് കർമ്മസിദ്ധാന്തം. നമ്മുടെ വിധി മുൻപേ എഴുതപ്പെട്ടതാണെന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നു. എന്നാൽ യോഗാനന്ദജി വ്യക്തമാക്കുന്നു, നമ്മുടെ വിധി നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ്. ഇന്ന് നമുക്ക് ലഭിച്ച സാഹചര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ കർമ്മങ്ങളുടെ ഫലമാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ ഭാവിയുടെ വിധി എഴുതുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യന് എപ്പോഴും ഈ ശക്തിയുണ്ട്, തന്റെ കർമ്മങ്ങൾ മെച്ചപ്പെടുത്തി തന്റെ ഭാവിയെ മികച്ചതാക്കാൻ. കർമ്മം വെറും ബാഹ്യസംഭവങ്ങളെ മാത്രമല്ല, നമ്മുടെ മനസ്ഥിതിയെയും വികാരങ്ങളെയും പോലും സ്വാധീനിക്കുന്നു. നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചാൽ, ഭയത്തിലും വിഷമത്തിലും ജീവിച്ചാൽ ഈ ഊർജം നമ്മെ കൂടുതൽ നെഗറ്റീവായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കും. എന്നാൽ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും സ്നേഹവും സമാധാനവുമുള്ളവരായിരിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം സ്വയം ഊർജ്ജസ്വലവും സന്തോഷകരവുമായി മാറും. അതുകൊണ്ട് നമ്മുടെ ഓരോ കർമ്മവും ആലോചിച്ചു വേണം ചെയ്യാൻ. ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സ്വാധീനം ചെലുത്തുന്നു. നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഭാവിയെ നിർമ്മിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളെ മെച്ചപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തെയും മെച്ചപ്പെടുത്താൻ കഴിയും. ധ്യാനം. മോചനത്തിലേക്കുള്ള വഴി. ആഗ്രഹങ്ങളും കർമ്മങ്ങളും ആത്മാവിനെ ജനനമരണ ചക്രത്തിൽ കുടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതിൽ നിന്ന് പുറത്തുവരാൻ ഒരു വഴിയുണ്ടോ? ഈ ചക്രത്തിൽ നിന്ന് മുക്തരായി നമ്മുടെ യഥാർത്ഥ സ്വരൂപം നേടാൻ കഴിയുമോ? പരമഹംസ യോഗാനന്ദൻ വ്യക്തമായി പറയുന്നു, അതെ, ഇത് സാധ്യമാണ്. ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ധ്യാനം, മെഡിറ്റേഷൻ. മനുഷ്യൻ പുറം ലോകത്ത് മാത്രം ശ്രദ്ധിക്കുമ്പോൾ തന്റെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എപ്പോഴും പുറം ലോകത്തേക്ക് ഓടുന്നു. എന്നാൽ യഥാർത്ഥ സത്യം ബാഹ്യമായ അനുഭവങ്ങളിലല്ല, ഉള്ളിലെ ശാന്തതയിലാണ്. ധ്യാനം നമുക്ക് നമ്മുടെ ബാഹ്യ ഇന്ദ്രിയങ്ങളെ ശാന്തമാക്കി ഉള്ളിലേക്ക് നോക്കാൻ കഴിയുന്ന ഒരു രീതിയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ ധ്യാനത്തിലൂടെ പഠിക്കുന്നു. നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുന്നു. എന്നാൽ ധ്യാനം നമ്മെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ചിന്തകളെ നിശ്ചലമാക്കാൻ തുടങ്ങുമ്പോൾ പതിയെ പതിയെ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു. ഈ ശാന്തതയിലാണ് നമുക്ക് ആത്മാവിന്റെ യഥാർത്ഥ ഗ്ലിംസ് ലഭിക്കുന്നത്. ധ്യാനമെന്നത് കുറച്ചു മിനിറ്റ് കണ്ണടച്ചിരിക്കുന്ന ഒരു പരിശീലനം മാത്രമല്ല, ഇത് നമ്മുടെ ബോധത്തെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഒരു ആഴമേറിയ സാധനയാണ്. മനസ്സ് പൂർണ്ണമായും ശാന്തമാകുമ്പോൾ ആത്മാവിന്റെ പ്രകാശം സ്വയം പ്രകടമാകാൻ തുടങ്ങും. ആ അവസ്ഥയിൽ താൻ വെറും ഈ ശരീരമല്ല, മറിച്ച് അനന്തമായ ഊർജത്തിന്റെയും ബോധത്തിന്റെയും അംശമാണെന്ന് വ്യക്തിക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ധ്യാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പതിയെ പതിയെ ആഗ്രഹങ്ങളുടെ സ്വാധീനം കുറയ്ക്കുന്നു എന്നതാണ്. നമ്മൾ ധ്യാനിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ പുറമേയുള്ള വസ്തുക്കളുടെ ആവശ്യം പതിയെ പതിയെ കുറയാൻ തുടങ്ങും. ലോകത്തിലെ വസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത ആനന്ദം ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രകടമാകാൻ തുടങ്ങുന്നു. യോഗാനന്ദജി തന്റെ ശിഷ്യന്മാരെ ക്രിയായോഗ എന്ന ധ്യാനരീതി പഠിപ്പിച്ചു. ഈ രീതിയിലൂടെ വ്യക്തിക്ക്
തന്റെ ഊർജ്ജത്തെ നിയന്ത്രിച്ച് ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. ധ്യാനിക്കുന്ന വ്യക്തി പതിയെ പതിയെ കർമ്മങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തനാകാൻ തുടങ്ങുന്നു. കാരണം അയാൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കുടുങ്ങുന്നില്ല. അയാൾ ലോകത്തിൽ ജീവിക്കുന്നു, എന്നാൽ ലോകത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവിന് ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് പുറത്തുവരണമെങ്കിൽ ധ്യാനത്തെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാക്കണം. ധ്യാനം മാത്രമാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം തിരിച്ചറിയാനും പരമാനന്ദം നേടാനുമുള്ള വഴി. ഗുരു, ആത്മീയ യാത്രയിലെ വെളിച്ചം. ധ്യാനവും ആത്മസാക്ഷാത്കാരവും ലളിതമായ വഴിയല്ല. ഈ യാത്രയിൽ പലപ്പോഴും ഭ്രമമുണ്ടാകാം, സംശയങ്ങളുണ്ടാകാം, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയേക്കാം. അതുകൊണ്ട് ഒരു യഥാർത്ഥ മാർഗദർശിയുടെ ആവശ്യകതയുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നു. ഗുരുവിനെ ലഭിക്കുന്നത് ഒരു സാധാരണ സംഭവമല്ല. ഇത് ഈശ്വരന്റെ പ്രത്യേക അനുഗ്രഹത്തിന്റെ സൂചനയാണ് എന്ന് പരമഹംസ യോഗാനന്ദൻ പറയുന്നു. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ആത്മാവിന്റെ പരമമായ സത്യം അറിയാൻ തയ്യാറാകുമ്പോൾ, അവന്റെ ഹൃദയം പൂർണ്ണമായി ഈശ്വരന് സമർപ്പിക്കുമ്പോൾ, അവന് ഒരു യഥാർത്ഥ ഗുരുവിന്റെ മാർഗനിർദ്ദേശം ലഭിക്കുന്നു. ഗുരു വെറുമൊരു അധ്യാപകനല്ല, മറിച്ച് ആത്മാവിനെ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ദിവ്യമാധ്യമമാണ്. ഗുരു സ്വയം ആത്മസാക്ഷാത്കാരം നേടിയവനും ഈശ്വരന്റെ അനുഭവത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമായിരിക്കും. അയാൾ ശിഷ്യന് ബാഹ്യമായ അറിവ് മാത്രമല്ല നൽകുന്നത്, ഉള്ളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള രീതിയും പഠിപ്പിക്കുന്നു. ആത്മീയ സാധന ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വ്യക്തി പലപ്പോഴും തന്റെ ചിന്തകളിൽ കുടുങ്ങിപ്പോയേക്കാം. മായ അവനെ ഭ്രമിപ്പിച്ചേക്കാം, അഹങ്കാരം തെറ്റായ വഴിയിൽ നയിച്ചേക്കാം. എന്നാൽ ഒരു യഥാർത്ഥ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ ശിഷ്യന് സ്ഥിരമായ ഒരു വഴി ലഭിക്കുന്നു. അതുവഴി അവന് ഈ തടസ്സങ്ങളെ മറികടക്കാൻ കഴിയും. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ആത്മീയമാണ്. ഗുരുവിന് തന്റെ സ്പർശം കൊണ്ടുപോലും ശിഷ്യന്റെ ബോധത്തെ ഉയർത്താൻ കഴിയും. എന്നാൽ ശിഷ്യൻ പൂർണ്ണമായ വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും ഗുരുവിന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കുമ്പോൾ മാത്രമേ ഈ ബന്ധം ഫലപ്രദമാകൂ. യോഗാനന്ദജി തന്റെ ഗുരുവായ ശ്രീ യുക്തേശ്വർ ഗിരിയെ കണ്ടുമുട്ടിയതിനെക്കുറിച്ച് പറയുന്നു. തന്റെ ജന്മങ്ങളായി കാത്തിരുന്ന സത്യം ഒടുവിൽ ലഭിച്ചതായി തനിക്ക് തോന്നി. ഒരു യഥാർത്ഥ ഗുരു ശിഷ്യനെ സ്വീകരിക്കുമ്പോൾ ശിഷ്യന് പൂർണ്ണമായ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നതുവരെ അയാൾ അവനെ ശ്രദ്ധിക്കും. എന്നാൽ ഗുരുവിന്റെ പരീക്ഷയുമുണ്ട്. താൻ ഗുരുവാണെന്ന് ആർക്കും അവകാശപ്പെടാം. എന്നാൽ ശിഷ്യനെ നിസ്വാർത്ഥമായി ഈശ്വരനിലേക്ക് നയിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. അതുകൊണ്ട് ശിഷ്യൻ ഗുരുവിനോട് അന്ധമായ ഭക്തിയല്ല, മറിച്ച് തന്റെ ബുദ്ധിയും അന്ധകരണവും ഉപയോഗിച്ച് യഥാർത്ഥ ഗുരുവിനെ തിരിച്ചറിയണം. ഗുരുവിന്റെ അനുഗ്രഹം ലഭിക്കുമ്പോൾ സാധന കൂടുതൽ ഫലപ്രദമാകും. ഗുരുവിന്റെ ആശീർവാദത്താൽ ധ്യാനം ആഴത്തിലാകുന്നു. ആത്മാവിന്റെ ശുദ്ധി വേഗത്തിലാകുന്നു. ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ സഹായം ലഭിക്കുന്നു. മോചനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു യഥാർത്ഥ ഗുരുവിനെ തേടണം. ഗുരുവിന്റെ സഹായം ലഭിക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ പ്രയാസവും ഒരു പാഠമായി മാറുന്നു. ആത്മാവും ഈശ്വരനും അഭേദ്യബന്ധം. ആത്മാവും ഈശ്വരനും തമ്മിലുള്ള ബന്ധമെന്താണ്? ആത്മാവ് വേറെയാണോ? ഈശ്വരൻ ദൂരെയിരിക്കുന്ന ഒരു ശക്തിയാണോ? അതോ ആത്മാവും ഈശ്വരനും തമ്മിൽ വേർപെടുത്താനാവാത്ത ബന്ധമുണ്ടോ? യോഗാനന്ദജി ഈ ചോദ്യത്തിന് വളരെ മനോഹരമായും ആഴത്തിലുള്ള അറിവോടുകൂടിയും ഉത്തരം നൽകുന്നു. ആത്മാവും ഈശ്വരനും വ്യത്യസ്തരല്ല. ആത്മാവ് സ്വയം ഈശ്വരന്റെ ഒരംശം മാത്രമാണ്. ഒരു തുള്ളി വെള്ളം സമുദ്രത്തിൽ നിന്നെടുത്താൽ അതിന് സമുദ്രത്തിന് തുല്യമായ ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ആത്മാവും ഈശ്വരന്റെ അംശമാണ്. എന്നാൽ അത് മായയുടെ ഭ്രമത്തിലകപ്പെട്ട് തന്റെ യഥാർത്ഥ സ്വരൂപം മറക്കുമ്പോൾ അത് സ്വയം പരിമിതമാണെന്ന് കരുതാൻ തുടങ്ങുന്നു. ഇത് ഒരു രാജാവ് താനാണ് രാജാവെന്ന് മറന്ന് സ്വയം ഒരു പാവപ്പെട്ട വ്യക്തിയായി കരുതുന്നതുപോലെയാണ്. നമ്മുടെ മൗലിക സ്വരൂപം ശുദ്ധമായ ബോധമാണ്. ആ ബോധം ഈശ്വരന് തുല്യമായി ആനന്ദകരവും ശക്തവും അതിരുകളില്ലാത്തതുമാണ്. എന്നാൽ നമ്മൾ ശരീരത്തോടും മനസ്സോടും നമ്മുടെ ഐഡന്റിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരിമിതികളിൽ ബന്ധിതരാകുന്നു. നമുക്ക് വിശക്കുന്നു, ദുഃഖമുണ്ടാകുന്നു, മരണത്തെ ഭയക്കുന്നു. ഇതെല്ലാം നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം മറന്നതുകൊണ്ടാണ്. നമ്മൾ ധ്യാനത്തിൽ ആഴത്തിലിറങ്ങുമ്പോൾ നമ്മൾ ഈ ശരീരം മാത്രമല്ല, അതിലും വലുതാണ് എന്ന് അനുഭവിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ചിന്തകൾക്കുമപ്പുറമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരുന്നതും എപ്പോഴും നിലനിൽക്കുന്നതുമായ ശുദ്ധമായ ബോധമാണ്. ഈ ശരീരം വെറുമൊരു വസ്ത്രം പോലെയാണ്. ആത്മാവ് സമയം വരുമ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കും. ആത്മാവും ഈശ്വരനും ഒന്നാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈശ്വരനെ കാണാത്തത്? കാരണം നമ്മൾ നമ്മുടെ ബോധത്തെ പുറം ലോകത്തിൽ കുടുക്കിയിരിക്കുന്നു. ഈശ്വരനെ അനുഭവിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് തിരിക്കണം. നമ്മൾ ധ്യാനത്തിൽ പൂർണ്ണമായി സ്ഥിരമാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരന്റെ പ്രകാശമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ തുടങ്ങും. ഈശ്വരനെ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് യോഗാനന്ദജി പറയുന്നു. എന്നാൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും മുക്തരാകണം. അപ്പോൾ മാത്രമേ നമുക്ക് ഈശ്വരന്റെ പ്രത്യക്ഷ അനുഭവം ലഭിക്കൂ. ഈശ്വരനുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം സ്നേഹമാണ്. നമ്മൾ നിസ്വാർത്ഥമായി എന്തിനേയും സ്നേഹിക്കുമ്പോൾ
ആ സ്നേഹം പതിയെ പതിയെ നമ്മെ ഈശ്വരനിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. യഥാർത്ഥ സ്നേഹം എല്ലാ സ്വാർത്ഥതയിൽ നിന്നും മുക്തമാണ്. ഈ സ്നേഹത്തിൽ പൂർണ്ണമായി മുങ്ങിപ്പോകുമ്പോൾ ആ സ്നേഹം സ്വയം ഈശ്വരനാണെന്ന് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. താൻ സ്വയം ഈശ്വരന്റെ അംശമാണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോൾ അവനിൽ നിന്ന് എല്ലാ ഭയവും അപ്രത്യക്ഷമാകും. മരണത്തെ അയാൾ ഭയപ്പെടില്ല. ലോകത്തിലെ മാറ്റങ്ങൾ അയാളെ വിഷമിപ്പിക്കില്ല. കാരണം തന്റെ ആത്മാവ് അജയ്യവും അമരവുമാണെന്ന് അയാൾക്കറിയാം. അയാൾ ഈ ജീവിതത്തെ ഒരു കളിയായി, ഒരു നാടകമായി കാണുന്നു. അതിൽ തന്റെ കർമ്മങ്ങൾ ചെയ്യണം, എന്നാൽ കുടുങ്ങിപ്പോകരുത്. ഈ ബോധമാണ് ആത്മാവിനെ മോചനത്തിലേക്ക് നയിക്കുന്നത്. മായയുടെ കളി, ആത്മാവിന്റെ തിരിച്ചുവരവ്. നമ്മൾ ഈശ്വരന്റെ അംശമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഭ്രമത്തിൽ അകപ്പെട്ടത്? നമ്മൾ എങ്ങനെയാണ് ഈ ശരീരവും മനസ്സും മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചത്? ഏറ്റവും പ്രധാനം, നമുക്ക് എങ്ങനെ വീണ്ടും ഈശ്വരനെ പ്രാപിക്കാൻ കഴിയും? ആത്മാവ് യഥാർത്ഥത്തിൽ ഈശ്വരനിൽ നിന്ന് ഒരിക്കലും വേർപിരിയുന്നില്ല. ഇത് വെറുമൊരു ഭ്രമം മാത്രമാണ്, മായയുടെ കളി. ഒരു സ്വപ്നം കാണുമ്പോൾ അതിനെ യാഥാർത്ഥ്യമായി കരുതുന്നതുപോലെ ഈ ജീവിതവും ഒരു സ്വപ്നം പോലെയാണ്. നമ്മുടെ ആത്മാവ് തന്റെ യഥാർത്ഥ സ്വരൂപം മറന്നു ഈ ലോകത്തിലെ അനുഭവങ്ങളെ യാഥാർത്ഥ്യമായി കണക്കാക്കി. ആത്മാവ് ആദ്യമായി സൃഷ്ടിയിൽ വന്നപ്പോൾ അത് പൂർണ്ണമായും ഈശ്വരനുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ പതിയെ പതിയെ അത് ഈ ഭൗതിക ലോകം അനുഭവിച്ചപ്പോൾ അതിന്റെ ബോധം പുറം ലോകത്തിൽ രമിക്കാൻ തുടങ്ങി. ഇന്ദ്രിയങ്ങളുടെ ആനന്ദം തേടി ആഗ്രഹങ്ങളുടെ കെണിയിൽ കുടുങ്ങി. ഈ ആഗ്രഹങ്ങളാണ് ആത്മാവിനെ കർമ്മങ്ങളുടെ ചങ്ങലയിൽ ബന്ധിച്ചത്. ഈശ്വരനുമായി വീണ്ടും ചേരാനുള്ള ഏറ്റവും ലളിതമായ മാർഗം സത്യമായ ഭക്തിയും ധ്യാനവുമാണ്. വെറും ബാഹ്യമായ ആചാരങ്ങളോ ഉപദേശങ്ങൾ കേൾക്കലോ മാത്രം പോരാ. ഒരാൾ സ്വയം ഉള്ളിലേക്ക് യാത്ര ചെയ്യാതെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കും. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് താൻ വെറും ഈ ശരീരമല്ല, ശുദ്ധമായ ബോധമാണ് എന്ന് വ്യക്തി സ്വയം അനുഭവിക്കുമ്പോഴാണ്. ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി അത്ര എളുപ്പമല്ല. ഒരാൾ ഈശ്വരനിലേക്ക് നീങ്ങുമ്പോൾ മായ അവനെ തിരികെ വലിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. അത് സംശയമുണ്ടാക്കുന്നു. ലോകത്തിലെ വസ്തുക്കളിൽ ആഗ്രഹം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു. തന്റെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് പലരും ധ്യാനം തുടങ്ങുമെങ്കിലും കുറച്ചുകാലം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നത്. ഈശ്വരനിലേക്കെത്താൻ ദൃഢനിശ്ചയവും നിരന്തരമായ പരിശീലനവും ആവശ്യമാണ്. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നതുപോലെ ആദ്യം അവൻ വീഴുന്നു, വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു, ഒടുവിൽ നടക്കാൻ പഠിക്കുന്നു. അതുപോലെ ഒരു സാധകൻ ധ്യാനത്തിലും ആത്മാന്വേഷണത്തിലും തുടരുമ്പോൾ പതിയെ പതിയെ അവന് ഈശ്വരന്റെ അനുഭവം ലഭിക്കാൻ തുടങ്ങും. ഈശ്വരനെ നേടുക എന്നത് ഒരു പുതിയ അറിവ് നേടുന്നതല്ല, മറിച്ച് നമ്മൾ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും സ്വയം ഓർമ്മിപ്പിക്കുക എന്ന പ്രക്രിയ മാത്രമാണ്. ഈ സത്യം പൂർണ്ണമായി അറിയുമ്പോൾ അയാളുടെ ജീവിതം പൂർണ്ണമായും മാറും. പിന്നെ അയാൾക്ക് ഈ ലോകത്തിൽ ദുഃഖമില്ല, ഭയമില്ല, ആഗ്രഹങ്ങളില്ല. അയാൾ സ്നേഹം, ശാന്തി, ആനന്ദം എന്നിവയുടെ സാഗരത്തിൽ മുങ്ങിപ്പോകും. മായയുടെ ശക്തിയും അതിൽ നിന്നുള്ള മോചനവും. മായ എന്താണ്? എന്തുകൊണ്ടാണ് ഈശ്വരൻ അതിനെ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് അത് ആത്മാവിനെ വീണ്ടും വീണ്ടും കെണിയിൽ കുടുക്കുന്നത്? മായ ഒരു ബാഹ്യശക്തിയല്ല, മറിച്ച് ഈശ്വരന്റെ ഒരു ലീലയാണ് എന്ന് യോഗാനന്ദജി വിശദീകരിക്കുന്നു. ഈശ്വരൻ ഈ ലോകം സൃഷ്ടിച്ചു, അതിൽ ഒരു നിഗൂഢശക്തിയുമിട്ടു, മായ. മായ എന്നാൽ യാഥാർത്ഥ്യമായി തോന്നുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാത്തത്. ഒരു സിനിമയിലെ ദൃശ്യം പോലെ. അത് നമുക്ക് യാഥാർത്ഥ്യമായി തോന്നുന്നു. അതിൽ ചിരിയും കരച്ചിലും സ്നേഹവുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് വെറും പ്രകാശത്തിന്റെയും നിഴലുകളുടെയും കളിയാണ്. അതുപോലെ ഈ ലോകം മുഴുവൻ ഈശ്വരൻ സൃഷ്ടിച്ച ഒരു ദിവ്യ സിനിമയാണ്. ആത്മാവ് ഈ സിനിമ കാണുന്നതിൽ മുഴുകുമ്പോൾ താൻ വെറുമൊരു കാഴ്ചക്കാരൻ മാത്രമാണെന്ന് മറന്നുപോകുന്നു. അത് ഈ നാടകത്തിലെ ഒരു കഥാപാത്രമായി സ്വയം കണക്കാക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തിലെ സുഖത്തിലും ദുഃഖത്തിലും കുടുങ്ങിപ്പോകുന്നു. മായയുടെ ഏറ്റവും വലിയ ശക്തി ഈ ലോകം മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് ആത്മാവിനെ വിശ്വസിപ്പിക്കുന്നു എന്നതാണ്. നമ്മൾ ധനം, പ്രശസ്തി, ബന്ധങ്ങൾ, ഭൗതിക സുഖങ്ങൾ എന്നിവയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇതിൽ കുടുങ്ങി നമ്മൾ ജന്മങ്ങളോളം ഈ ലോകത്തിൽ കറങ്ങുന്നു. എന്നാൽ മായയുടെ ഈ കളി വെറുമൊരു ഭ്രമം മാത്രമല്ല, ആത്മാവിനുള്ള ഒരു പരീക്ഷയും കൂടിയാണ്. ഈശ്വരൻ ആഗ്രഹിക്കുന്നു ആത്മാവ് സ്വയം തന്റെ സത്യം തിരിച്ചറിയണം, സ്വന്തം പരിശ്രമത്താൽ ഈ മായയുടെ കെണിയിൽ നിന്ന് മുക്തനാകണം. അതുകൊണ്ടാണ് ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ പോരാട്ടങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഈ സത്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ജീവിതത്തെ ഒരു കളിയായി കാണാൻ തുടങ്ങുന്നു. തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു പരീക്ഷ മാത്രമാണെന്ന് അയാൾക്കറിയാം. അയാൾ മായയെ തിരിച്ചറിയുന്നു. പതിയെ പതിയെ അതിൽ നിന്ന് മുക്തനാകാൻ തുടങ്ങുന്നു. എന്നാൽ മായ അത്ര എളുപ്പത്തിൽ തോൽക്കില്ല. ഒരാൾ ഈശ്വരനിലേക്ക് നീങ്ങുമ്പോൾ മായ അവനെ തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. അത് ഭൗതിക സുഖങ്ങളിൽ മോഹിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഭയം കാണിക്കുന്നു, സംശയങ്ങൾ നിറയ്ക്കുന്നു. ഈശ്വരൻ വെറുമൊരു സങ്കല്പമാണെന്നും ഈ ലോകമാണ് സത്യമെന്നും സാധകന് തോന്നാം. ഇതാണ് ആത്മാവിന്റെ ഏറ്റവും കഠിനമായ പരീക്ഷ. അചഞ്ചലമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി തന്റെ വഴിയിൽ ഉറച്ചുനിൽക്കുന്നവർക്ക് മാത്രമേ ഈ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയൂ.
ഓരോ പ്രയാസത്തിലും ഈശ്വരനെ മറക്കാത്ത സാധനയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തി പതിയെ പതിയെ മായയുടെ കെണിയിൽ നിന്ന് മുക്തനാകാൻ തുടങ്ങും. ഈ അവസ്ഥയിലെത്തുമ്പോൾ ആത്മാവ് ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ലോകത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നില്ല. എല്ലാം ചെയ്യുന്നു: ജോലി, കുടുംബം, സാമൂഹിക ജീവിതം. എന്നാൽ ഒരിടത്തും കുടുങ്ങി നിൽക്കുന്നില്ല. ഒന്നിനോടും മോഹമില്ല, ഭയമില്ല. ഒഴുകുന്ന ഒരു നദി പോലെ ജീവിതം ജീവിക്കുന്നു. ഒടുവിൽ ഈശ്വരനിലേക്ക് ഒഴുകിച്ചേരുന്നു. ഇതാണ് മായയുടെ കളി. ഇതാണ് ആത്മാവിന്റെ പരീക്ഷ.